കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇപ്പൊ ഓക്കെ ആയത്. കാര്യം മാത്രം നോക്കാം, മാറ്റാൻ കിണ്ടി പോവും. ഹസ്ബൻഡ് ചെറുതുണ്ടാകുമ്പോൾ മരിച്ചതാണ്. ചെറുപ്പത്തിലെ എല്ലാവരും വിളിക്കുമ്പോൾ അതൊക്കെ ഒരു ചൊടി വേറൊരു ദേഷ്യം പോലെ എനിക്ക് ഫീൽ ആവും. ഹലോ, ഇറ്റ്സ് മീ നിഹാല, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് കഥയെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ആക്കുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വായിക്കാം. എൻ്റെ പേരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. എൻ്റെ പേര് നിഹാല, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് യാസർ. അപ്പോൾ എൻ്റെ പേര് റിയൽ നെയിം എന്ന് പറഞ്ഞാൽ ഉസ്ന നിഹാല എന്നാണ്. പക്ഷെ ഞാനിപ്പോൾ എല്ലാവരോടും പറയലും ഞാൻ നോർമലി ഇപ്പോൾ ആര് ചോദിച്ചാലും നിഹാല എന്ന് മാത്രമേ പറയലൂ. കാരണം എൻ്റെ പേര് എനിക്ക് ഇഷ്ടമല്ല, ഉസ്ന എന്നുള്ള പേര്. ചെറുപ്പത്തിലെ എല്ലാവരും വിളിക്കുമ്പോൾ അതൊക്കെ ഒരു ചൊടി വേറൊരു ദേഷ്യം പോലെ എനിക്ക് ഫീൽ ആവും. എൻ്റെ ഉസ്ന എന്നുള്ള പേര് എനിക്ക് ഇഷ്ടമല്ല. ഞാനിപ്പോൾ നോർമലി നിഹാല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും പ്ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും ബിസിയും കേട്ടിട്ടാകുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ രണ്ടാളും ഒരേ നാട്ടുകാരല്ലാന്ന്. കാരണം നമ്മൾ വിഷയത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ കാസർഗോഡ് ബേക്കലാണ്, ഹസ്ബൻഡ് തലശ്ശേരി, കണ്ണൂർ തലശ്ശേരിയും. തലശ്ശേരിനും കാസർഗോഡിനും കമ്പയർ ചെയ്യാനാൽ വിഷയത്തിൽ മാത്രമല്ല ചേഞ്ച്, വിഷയത്തിലെല്ലാവരും നല്ല ഡിഫറൻസ് ഉണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലും തലശ്ശേരി വേറെ തന്നെ, എന്താ പറയുക, വേറെ തന്നെ സ്റ്റൈലാണ് ഫുഡിലും. ഡ്രസ്സിങ് ആയാലും അവരുടേതായ ഒരു രണ്ട് നാടും വേറെ ഡിഫറൻസ് ആണ്. അപ്പം എൻ്റെ നാട്ടിൽ വേറെ തന്നെ ആയിരിക്കും, ഇവിടെ വേറെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളെ വീഡിയോ കാണുന്നവർ ഏത് നാടെന്ന് നോക്കാമല്ലോ നമുക്ക്. ഞാൻ എൻ്റെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തു മദറായിട്ടുള്ള ലൈഫെല്ലാം എങ്ങനെയുണ്ട് എന്ന്. മദറായിട്ടുള്ള ലൈഫ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി എല്ലാം കൂടി. മെയിനായിട്ട് പറഞ്ഞെങ്കിൽ മുന്നെല്ലാം പുറത്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം മാത്രം നോക്കാം, മാറ്റാൻ കിണ്ടി പോവും. ഇപ്പം അങ്ങനെയല്ല, കുഞ്ഞിനെ മാറ്റിക്കണം, കുഞ്ഞിൻ്റെ ഓരോരോ കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് റെസ്പോൺസിബിലിറ്റി എല്ലാം വന്ന് പിന്നെ കുറച്ച് എന്താ പറയുക മെച്ചുവേർഡായി എന്നുള്ളൊരു തോന്നൽ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ മാറ്റോ അങ്ങനെ ലൈഫിൽ അങ്ങനെ വന്നിട്ടൊന്നുമില്ല. തന്നെ ഇപ്പം പറഞ്ഞ പോലത്തെ ആ ഒരു ഇത്. നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഉണ്ടോയെന്ന്. ബേബി പ്ലാനിങ് ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ കണ്ടവർ ചോദിക്കില്ല. എൻ്റെ കുഞ്ഞിക്ക് ഇപ്പോൾ ഒരു 4 മന്ത് കഴിഞ്ഞ് 5 മന്ത് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഇപ്പോൾ ഒന്നുമില്ല ബേബി പ്ലാനിങ്. ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ആലയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഒരു ഫ്രെയിം ആക്കി തന്നിട്ടുണ്ട് വരച്ചത്. അപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്. ഹസ്ബൻഡ് ചെറുതുണ്ടാകുമ്പോൾ മരിച്ചതാണ്. പോറായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല എൻ്റെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കമൻ്റ് ആക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേബിൻ്റെ നെയിമാണ്. ബേബിൻ്റെ നെയിം തൻഹ ഐറിൻ സോയ. പിന്നെ ബേബിക്ക് എത്ര മന്തായി? ബേബിക്ക് 5 മന്ത് സ്റ്റാർട്ടായി. പിന്നെ ഇൻസ്റ്റാ ഐ ഡി ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാ ഐ ഡി നിഹാല നിയ NY അല്ലെങ്കിൽ ഉസ്ന നിഹാല. ഏജ് ചോദിച്ചിട്ടുണ്ട്. ഏജ് അങ്ക് ജസ്റ്റ് 22. പിന്നെ എന്താ ചെയ്യുന്ന അങ്ക് ജോബാണോ ഞാൻ പഠിക്കുന്നതെന്ന് വെച്ച്. ഞാൻ ഇപ്പോൾ ജോബിനൊന്നും പോകുന്നില്ല, ഹൗസ് വൈഫാണ്. പിന്നെ ഡിഗ്രിയാണ് പഠിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ആണ് വെച്ചിട്ടുണ്ട്. അല്ല, അറേഞ്ച് മാരേജ് ആണ്. അപ്പം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നതാണ്. ഹസ്ബൻഡ് അബ്രോഡായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കുക, സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ആക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.